ആണ് മലപ്പുറത്തുള്ള മാറ്റം. ഒന്നുമില്ല, സർക്കിട്ടില്ല. നിങ്ങളെന്താ പണി നടന്നില്ലല്ലേ? ദിസ് ഈസ് കർമ്മ റോഡ് അല്ലേ ഇതിനത്? എന്താ റോഡ് പണി എവിടെ ചെന്നാലും റോഡ് പണി തന്നെ. റോഡ് പണി അല്ല, കാസർഗോഡ് വരെ ഉണ്ട് ഈ റോഡ്. ഇവിടെ നമുക്ക് പൈലറ്റ് പോകാൻ ഓട്ടോറിക്ഷ അല്ലേ? ആ അതെ, റോഡ് കാണിച്ചു തന്നെ. ഏതാണ് സ്പോട്ട്? നല്ല ഉള്ളേരിയ അല്ലേ? നല്ല താറ്റങ്ങടി എന്നായിട്ടുണ്ട്. ആണ് മലപ്പുറത്തുള്ള മാറ്റം. ഞാൻ കാണിച്ചാൽ 1 കിലോമീറ്റർ റോഡാണ്. അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഉള്ള റോഡ് കാണിച്ചെന്നാണ് ഓക്കെ എന്ന് പറഞ്ഞു പോയി. ഇതാണ് ഞങ്ങൾ തേടി വന്ന ആ പൊന്നാനിപ്പള്ളി. പൊന്നാനിയിൽ ഒരുപാട് ചരിത്രങ്ങളും കഥകളൊക്കെ ഉണ്ട് ഈ പള്ളീനെ പറ്റിയിട്ട്. ഇതിൻ്റെ ആകാരഭംഗി ആകൃഷ്ടനാക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഉള്ളിൽ കയറി നോക്കി സംഭവമൊക്കെ ഒരു പഴയ കാലം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വിധമാണ്. സംഭവം ഫുള്ള് സെറ്റ് ചെയ്തതല്ല, ആദ്യം ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതൊരു 3 തട്ടായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെ ഭാഗത്തേക്ക് ഞങ്ങൾ കയറി നോക്കി. ആ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു കിളിക്കൂട് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തൊക്കെ കാണാം. ഏണിപ്പടികൾ, നമ്മളെ ഭാഷ പറഞ്ഞാൽ കോണിപ്പടി, അതൊക്കെ ഒരു പഴയ കാലത്തെ തറവാട് വീടിൻ്റെ മാതിരിയുണ്ട്. ഇത് ഏറ്റവും താഴെ ഭാഗമാണ്, അതായത് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറിയാൽ കാണുന്ന സംഭവങ്ങൾ. പള്ളി അടിപൊളി പള്ളി, ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളി കേട്ടോ പൊന്നാനി പള്ളി നമ്മൾ കണ്ടത്. ഈ പൊന്നാനി കർമ്മ റോഡും കൂടി കണ്ടോളി. ഇതാണ് കർമ്മ റോഡ് എന്ന് പറയപ്പെടുന്നത്. ചായ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ദിസ് ഈസ് കർമ്മ റോഡ് അല്ലേ ഇതിനത്? വൻ ജനാണല്ലോ ഇവിടെ. ഓണാണല്ലോ ഇവിടെ. ക്രിസ്മസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ന്യൂ ഇയർ ഒന്നും കഴിഞ്ഞില്ല. ഇഷ്ടം പോലെ ചായക്കടിയും കാര്യങ്ങളുണ്ട്. ട്രിപ്പ് കഴിഞ്ഞപ്പോ പൈസയും കഴിഞ്ഞ് കഴിഞ്ഞില്ല കാണാന്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് എടുക്കൂല. ഇന്ന് ടെന്റ് അടിച്ചാൽ അവിടെ നല്ല സ്പോട്ട് കിട്ടാനായിരിക്കും. അതാണ് മലപ്പുറത്തിന്റെ മാറ്റം. ഈ കാടൊക്കെ വെട്ടി തെളിച്ച് വൃത്തിയാക്കി വെച്ചു സൈഡൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകളില്ലേ. നമ്മൾ ടെന്റ് ചെയ്യണം, നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട്. ഇപ്പൊ ജില്ലയൊന്നുമില്ല അല്ലേ, ഉണ്ണിയാൽ ബീച്ച് ഒന്ന് കാണണം. അപ്പോൾ നൈറ്റ് ഉണ്ണിയാൽ ബീച്ചിൽ അങ്ങോട്ട് ചിലവഴിച്ച്. അപ്പോൾ ഇതാണ് മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് രാവിലെ തന്നെ. അവിടെ വലിയ ബോട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് ചെറിയ ബോട്ടിൽ ഇതാ നമ്മുടെ ഈ ഒരു തീരത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ വിറ്റാത്ത കിട്ടൂലല്ലോ. നിങ്ങൾ എവിടുന്ന വരുന്നേ പണി? നിങ്ങൾ എവിടുന്ന വരുന്നേ? പരപ്പനങ്ങാടിന്നോ? മീൻ പിടിക്കാൻ ഇറങ്ങിയതേ നിങ്ങള്? അപ്പൊ കാറ്റുണ്ടായ എന്താ പ്രശ്നം? ആ തിരമാല. ഞങ്ങൾ അരീക്കോട് ഭാഗത്തില്ല. ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിയേനെ. അപ്പൊ ലാസ്റ്റ് ഇവിടെ ഒന്ന് സൈഡാക്കിയ. റാത്ത് അൽഹംദുലില്ലാ 2 ആളെ ഉള്ളു. അതിൽ 2 ആളെ കൊള്ളുള്ളൂ. ബാക്കിയൊക്കെ സാധനങ്ങളാ. ഒന്നുമില്ല, സർക്കിട്ടില്ല. നിങ്ങളെന്താ പണി നടന്നില്ലല്ലേ? നീ എപ്പോഴും ഇറങ്ങാ? പറയാൻ പറ്റില്ല. ആ ഇങ്ങനെയാണ് ഉറങ്ങല്. പക്ഷെ ഇവിടെ അല്ലേ ഉറങ്ങിയത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉറങ്ങല്. ചായ പിടിക്കണോ? ചായ പിടിച്ച നിങ്ങള് രാവിലെ എപ്പോ ഇറങ്ങിയതാ? ആ
വരുമ്പോ ഒരു ജവാനോ വെള്ളിമല കൊണ്ടിട്ട് വരുന്നു. അത് തയ്യൂലല്ലോ, അപ്പൊ എല്ലാവർക്കും വേണ്ടി വരുമല്ലോ. ഇതാകുമ്പോ ആർക്കും വേണ്ട. കട്ടനായോണ്ട് എല്ലാവരും പോയി വന്ന് നോക്കി പോയി. ജവാന എവിടൊക്കെ ഉണ്ടോ ആള്, ഞമ്മക്കുണ്ടാവില്ല. ഞങ്ങൾ അരീക്കോട് നിസാം നിസാം നാസ്ത കഴിക്കാൻ പോന്നിട്ട് അങ്ങനെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പുറത്തെ റോഡിലേക്ക് ഇറങ്ങാണ്. ബീച്ചിൽ നിന്ന് കയറി പോകുന്നതാണ്. ഇനിയാണ് റീൽസുകളിൽ കളിക്കുന്ന ഉണ്ണിയാല് ബീച്ച്. എന്താ ഈ കാണുന്ന തെങ്ങും റോഡും, സംഭവം അടിപൊളിയിലെ ചെറിയൊരു ഇടുങ്ങിയ റോഡും. ഇവിടെ എന്താ ഫുട്ബോൾ ഗ്രൗണ്ട്. പിന്നെ മലപ്പുറത്ത് പിന്നെ അങ്ങനെ ഒരു പുതുമല്ല, അതൊരു കാര്യം. പക്ഷെ ഏകദേശം എല്ലാ ജില്ലകളിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഗ്രൗണ്ട്. അതല്ലേ പെരും വെയിലാ, പക്ഷെ ഇവിടെ അങ്ങോട്ട് റോട്ടിക്ക് വല്ലാണ്ട് എത്തുന്നില്ലല്ലേ. ഇത് ആംബിയൻസ്, തെങ്ങോ തെങ്ങ്, പക്ഷെ തേങ്ങ കുറവാണല്ലോ. എന്റെ മാതിരിയാ തല പോയിട്ടുള്ളൂ. ഉണ്ണിയാൽ ബീച്ചിന്റെ മനോഹരമായ തീരങ്ങളിലൂടെ അങ്ങനെ കേരള യാത്ര സമാപിക്കുന്നുല്ലേ. ഓൾ കേരള ട്രിപ്പ് ഇനി നാട്ടിലേക്ക്. തെങ്ങോരങ്ങളിലൂടെ തെങ്ങോലങ്ങൾ. അങ്ങനെ എല്ലാ ഭാരങ്ങളും അല്ല, ഒരു ഭാരം ഒഴിഞ്ഞില്ലേ ഓൾ കേരള ട്രിപ്പ് എന്നുള്ള. ഓൾ ഇന്ത്യ പോകാൻ പുതിയുണ്ട്. ഓൾ കേരള ഒന്നുകൂടി അടിച്ചാൽ പുതിയ പോലെ. അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യണം. ഓൾ ഇന്ത്യ കൊണ്ടേ ത്വര കൂടുതലേ. ഇതാണ് ട്രിപ്പ് പോയുള്ള പ്രശ്നം. അടുത്ത് ഇങ്ങനെ പോകാൻ പോതിയാവും, അതാണുള്ള പ്രശ്നം. 17 ദിവസം 2000-ഓളം കിലോമീറ്റർ സംഖ്യ തീരുമാനമായി കിട്ടി. പക്ഷെ നമ്മളിത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ. കാരണം അതൊക്കെ കുറെ കാലമായി മനസ്സിലൊരു ലഡു ഇങ്ങനെ കുടുങ്ങിയല്ലേ. ആ ലഡു 2019 മോഹ 2023 നമ്മളൊരു വർഷത്തെ ട്രിപ്പ് കിട്ടും. 2023 തുടങ്ങിയാണ് ഇപ്പൊ 2024 ഏതായാലും ഒരു മോഹം പൂവണിഞ്ഞ സംതൃപ്തിയോട് കൂടി നാട്ടിലേക്ക്